ഹായ് എവ്രി വൺ 180 ഡേയ്സ് ചലഞ്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്ന് ഡേ 23 ആണ്. അങ്ങനെ 22 ദിവസം ഞാൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. 23ാമത്തെ ദിവസത്തിലേക്ക് എത്തി. നല്ലൊരു മോർണിംഗ് ആണ് ഇന്ന്. ഞാൻ പുറത്ത് വന്നു, മെഡിറ്റേറ്റ് ചെയ്തു, ജേർണൽ ചെയ്തു. നല്ലൊരു ദിവസമായിരുന്നു ഇന്ന്. സ്റ്റാർട്ടിങ് നല്ല അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. കാരണം എന്താണെന്നറിയോ, ഞാനിന്ന് ഒരു സോളോ മൂവി ഡേറ്റിന് പോവാണ്. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ ഒറ്റയ്ക്ക് അങ്ങനെ പോയിട്ടേ ഇല്ല. ഞാൻ എൻ്റെ പാരൻസിൻ്റെ കൂടെ, സിബ്ലിങ്സിൻ്റെ കൂടെ, ഫ്രണ്ട്സ്, കസിൻസ് അല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് പോയിട്ടേ ഇല്ല. എനിക്ക് ഒറ്റയ്ക്ക് പോകണമെന്ന് ആലോചിക്കുമ്പോൾ തന്നെ പേടിയാണ്. കാരണം എന്നെക്കൊണ്ട് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ, ഒരു സോഷ്യൽ ആങ്സൈറ്റി അങ്ങനെ ഒരു സംഭവം എനിക്കുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വർഷം സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് കൊടുത്തൊരു ടാസ്ക് ആയിരുന്നു. എനിക്ക് പേടിയുള്ള അൺകംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാന്നുള്ളത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ചിരി വരും, പക്ഷേ എനിക്കിത് വലിയ ടാസ്ക്കാണ്. ഒറ്റയ്ക്ക് പോവുക ഭയങ്കര ഓക്വേർഡല്ലേ. പക്ഷേ ഈ വർഷം ഞാൻ 180 ഡേയ്സ് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യുകയോ ചെയ്തു. എന്താണെങ്കിലും എനിക്ക് പേടിയുള്ള, എന്നെ അൺകംഫർട്ടബിൾ ആക്കുന്ന ഈ കാര്യം ഞാൻ ചെയ്യാൻ വേണ്ടി പോവാണ്. മൂവിക്ക് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു. രാവിലെയാണ് ഷോ ഉള്ളത്. സോ ഞാനിന്ന് രാവിലെ നല്ലോണം പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നോട് കുറേ പറഞ്ഞ് സമാധാനിപ്പിച്ച്, നിന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റും, നീ ഒരുപാട് പ്രാവശ്യം പോയിട്ടുള്ളല്ലേ, നീ പേടിക്കൊന്നും വേണ്ട, നിന്നെക്കൊണ്ട് പറ്റുമെന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്നെ തന്നെ അങ്ങ് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഹാപ്പിയാണ്. ഒറ്റയ്ക്ക് ഇതുവരെ ഒരു കാര്യം അങ്ങനെ ചെയ്തിട്ടില്ല, അങ്ങനെ ചെയ്യേണ്ട സാഹചര്യവും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് ആങ്സൈറ്റി ഉണ്ട്. എപ്പോഴും ആൾക്കാരിങ്ങനെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ എനിക്ക് മൂവിക്ക് പോകണമെന്ന് വിചാരിക്കണേ. ഞാൻ എൻ്റെ സിബ്ലിങ്സിനെയോ പാരൻസിനെയോ കസിൻസിനെയോ ഒക്കെ വിളിക്കുമ്പോൾ അവർ ബിസിയാണ്, അവർക്ക് ആ മൂവി ഇഷ്ടമല്ല. പിന്നെ ഞാൻ വിചാരിച്ചു, ഞാൻ എന്തിനാ ഇങ്ങനെ എല്ലാവരും വിളിക്കുന്നത്, എന്നാൽ തന്നെ ഒന്ന് പോയി നോക്കാം. എന്തായാലും എനിക്ക് ഈ വർഷം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു ടാസ്ക് കൊടുത്തത്, എത്രയും പെട്ടെന്ന് അത് ചെയ്യാമല്ലോ. പിന്നെ 180 ഡേയ്സ് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് എന്നെ ഏറ്റവും കൂടുതൽ അൺകംഫർട്ടബിൾ ആക്കുന്ന കാര്യങ്ങൾ ഓരോ ദിവസം ചെയ്യുക, ഫിയേഴ്സ് ബ്രേക്ക് ചെയ്യുക, അതാണ് എൻ്റെ പണി. അപ്പം ഞാനത് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പേടിയുണ്ട്, എക്സൈറ്റഡ് ആണ്, ആങ്ഷ്യസ് ആണ്, ഹാപ്പിയാണ്, എല്ലാം ഉണ്ട്. മിക്സ് ഓഫ് ഇമോഷൻസാണ് ഫീൽ ചെയ്യുന്നത്. ലൈഫിൽ ഫസ്റ്റ് ടൈമാണല്ലോ ഇത് ചെയ്യുന്നത്. നിങ്ങളൊക്കെ ഇങ്ങനെ മൂവിക്കൊക്കെ പോയിട്ടുണ്ടാവും ഒറ്റയ്ക്ക്, നിങ്ങൾക്കൊക്കെ നല്ല ധൈര്യം ആയിരിക്കും. എനിക്കിനിയാണോ ധൈര്യമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ. ആൾക്കാരെ കാണുമ്പോൾ ഒരു ഓക്വേർഡാണ്, എനിക്കറിയില്ല എന്താവുന്നു, എന്നാലും ഞാൻ പോയി നോക്കാൻ പോവാണ്. സോ ഇനി പോയി ഒരുങ്ങി പതുക്കെ മൂവിക്ക് പോകാൻ വേണ്ടി പോവാണ്. ഐ സോ എക്സൈറ്റഡ്. സോ ഞാൻ റെഡി ആയിട്ടുണ്ട്, ഞാൻ മൂവിക്ക് പോകാൻ വേണ്ടി പോവാണ്. ഞാൻ ഹാപ്പിയാണ്, എക്സൈറ്റഡ് ആണ്, ആങ്ഷ്യസ് ആണ്, ഒരുപാട് ഇമോഷൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടടാ. പക്ഷെ ഞാൻ ഹാപ്പിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഫിയേഴ്സിനെ ഞാനിങ്ങനെ ഫേസ് ചെയ്യാണല്ലോ. ഞാൻ എനിക്ക് കൊടുത്ത പ്രോമിസുകളൊക്കെ കീപ്പ് ചെയ്യുന്നുണ്ട്, ഞാൻ എന്നെ കെയർ ചെയ്യുന്നുണ്ട്, പിന്നെ ധൈര്യം കാണിക്കുന്നുണ്ടല്ലോ എനിക്ക് ആങ്ഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഞാൻ പോകാൻ വേണ്ടി പോവാണ്. എനിക്ക് ചെറിയൊരു പേടിയൊക്കെ വരുന്നുണ്ട്, ഒരു ഓക്വേർഡൊക്കെ. ഞാൻ എന്തിനാണ് ഇപ്പോൾ പോകുന്നത്, ഞാൻ എൻ്റെ സിബ്ലിങ്സിനൊക്കെ വിളിച്ചാലോ എന്നൊക്കെ മൈൻഡ് ഇങ്ങനെ പറയാം, ഇന്ന് പോവണ്ട, സാരില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ നമ്മൾ വിട്ടു കൊടുക്കില്ല. നമ്മൾ എത്ര കാലം മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും. നമുക്ക് ആരുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ കാര്യം നോക്കാൻ നമ്മൾ പഠിക്കണമല്ലോ. സോ ഒറ്റയ്ക്ക് പോകാന്നുള്ളതൊരു ടാസ്ക്കാണ് എന്നെ സംബന്ധിച്ച്. ഇതുവരെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, അതുകൊണ്ട് അൺഫെമിലിയർ ആണ് ഇതൊക്കെ. ഒരുപാട് പ്രാവശ്യം ഇതേ സെയിം മൂവി തിയേറ്ററിൽ ഞാൻ പോയിട്ടുണ്ട്, ഫാമിലി ആയിട്ടും സിബ്ലിങ്സ് ആയിട്ടൊക്കെ. ഞാൻ ഒരുപാട് തവണ ഈ മൂവി തിയേറ്ററിൽ പോയിട്ടുള്ളതാണ്, പക്ഷെ ഒറ്റയ്ക്ക് ആദ്യമാണ്. സോ ഞാൻ പോകാൻ വേണ്ടി പോവാണ്. സോ ഞാൻ പോയി കഴിഞ്ഞിട്ട് വന്നിട്ട് എൻ്റെ എക്സ്പീരിയൻസ് നിങ്ങളോട് പറയാം കേട്ടോ. അലീഷ, ഓൾ ദ ബെസ്റ്റ്. നിനക്ക് ചെയ്യാൻ പറ്റും, നീ പേടിക്കുന്നുണ്ട്, സമാധാനമായിട്ട് ഒന്നും ഓക്കോടൊന്നും ആവത്തില്ല, നിനക്കൊണ്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഞാൻ പോവാണ്. എടാ, ഞാനിവിടെ എത്തി. കുറച്ച് ഓക്വേർഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഞാൻ പോപ്കോണൊക്കെ വാങ്ങി, കുഴപ്പമില്ല, ഓക്വേർഡായിട്ടുണ്ട്, എന്നാലും ഞാൻ വന്നല്ലോ, അതന്നെ വലിയ കാര്യം എനിക്ക്. ഹലോ, 180 ഡേയ്സ് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ സക്സസ്ഫുള്ളി 23 ദിവസം ഇന്ന് കംപ്ലീറ്റ് ചെയ്യാണ്. ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഇന്ന് ഞാൻ എൻ്റെ വലിയൊരു ഫിയർ ബ്രേക്ക് ചെയ്തു. ഞാൻ തന്നെ സോളോ ഡേറ്റിന് പോയി, ഞാൻ മൂവി കാണാൻ വേണ്ടിയിട്ട് പോയി. ഞാൻ ഇന്നലെ മുതൽ ഭയങ്കര ടെൻഷനിലായിരുന്നു. പെട്ടെന്നൊരു തോന്നിയിട്ടുണ്ടല്ലോ, ഞാൻ മൂവി ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇന്നലെ രാത്രി ഒന്നും ഉറങ്ങാൻ പറ്റുന്നില്ല, ഭയങ്കര ആങ്ഷ്യസ് ആവുക, ഭയങ്കരമായിട്ടൊരു പേടി വരിക. എണീറ്റിട്ട് ഞാൻ കുറേ അഫർമേഷൻസ് എന്നോട് പറഞ്ഞു, പിന്നെ ഹിപ്നോസിസ് ഒക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറേ നേരം എൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ സംസാരിച്ച്, ഇന്ന് രാവിലെ പോകുന്ന സമയത്തൊക്കെ ആണെങ്കിലും ഞാൻ ഭയങ്കര പേടിയായിരുന്നു. അയ്യോ, ഞാൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യും,
ഞാൻ എന്ത് ചെയ്യും, ഈ ക്രൗഡിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്ത് ചെയ്യും എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, നമുക്കിങ്ങനെ പേടിച്ച് ജീവിക്കാൻ പറ്റില്ല. നമുക്ക് എന്തെങ്കിലും പേടിക്കണ്ടേ, അതിനെ ബ്രേക്ക് ചെയ്യണം, നമ്മളെ കൊണ്ട് പറ്റുന്നൊക്കെ പറഞ്ഞ് സ്വയം മോട്ടിവേറ്റ് ചെയ്ത് ഞാൻ പോയി. പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് പോയി സ്ട്രേഞ്ചേഴ്സിനോട് സംസാരിച്ചു. പിന്നെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഇന്ന് എല്ലാവരും എൻ്റെ അടുത്ത് നന്നായിട്ടാണ് പെരുമാറിയത്. ഇന്ന് ഞാൻ കുറേ പേരുടെ അടുത്ത് സംസാരിച്ചു. അതുപോലെ അടിപൊളി മൂവിയായിരുന്നു. എനിക്ക് മൂവി ഇഷ്ടപ്പെട്ടു. വിജയൻ്റെ ജനനായകൻ മൂവിയാണ് കാണാൻ പോയത്. എനിക്ക് മൂവി ഇഷ്ടപ്പെട്ടു. മൂവീനെക്കാട്ടി കൂടുതൽ ഞാൻ ഇന്ന് പോയി. അതുപോലെ തന്നെ ഞാൻ ഇന്ന് കുറേ നേരം എൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തു. ഇന്ന് രാവിലെ ഞാൻ ഇവിടുന്ന് വീട്ടിൽ നിന്ന് പോയിട്ട് ഞാൻ വൈകുന്നേരം ആയപ്പോഴാണ് വീട്ടിലേക്ക് എത്തിയത്. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ കമ്പനി എൻജോയ് ചെയ്യുന്നുണ്ട്. ആദ്യം എനിക്കൊരു ഓക്വേർഡാണ്. ഞാനിങ്ങനെ ചുറ്റും നോക്കുന്നുണ്ടായിരുന്നു. എനിക്ക് വീഡിയോ ഒക്കെ എടുക്കുമ്പോഴേ, പബ്ലിക്കായിട്ട് ഞാനിങ്ങനെ ഓരോ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര അൺകംഫർട്ടബിൾ ആവുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഞാനത് ചെയ്തു. ഐ എം സൂപ്പർ പ്രൗഡ് ഓഫ് മൈ സെൽഫ്. ഐ എം സോ പ്രൗഡ് ഓഫ് മൈ സെൽഫ്. ഐ എം സോ ഹാപ്പി. കഴിഞ്ഞ 23 ദിവസം കൊണ്ട് എൻ്റെ ലൈഫിൽ നല്ല മൂവ്മെൻ്റ് ഉണ്ട്, ഗ്രോത്ത് കാണാൻ പറ്റുന്നുണ്ട്, ഹെൽത്ത് റെഡി ആവുന്നുണ്ട്, കോൺഫിഡൻസ് റെഡി ആവുന്നുണ്ട്. ഇന്ന് ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും വലിയ പാഠം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു കാര്യം നമ്മൾ ചെയ്യാത്തതുകൊണ്ട്, അൺഫെമിലിയർ ആയതുകൊണ്ട് നമുക്ക് പേടി ഉണ്ടാവും, അത് നോർമലാണ്. പക്ഷെ അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒന്നുമല്ല, നമ്മൾ കേപ്പബിൾ ആണ്. നമ്മളൊന്ന് എൻകറേജ് ചെയ്ത് ഒന്ന് പുഷ് ചെയ്താൽ മതി. ഇന്ന് എനിക്ക് ആ മൂവി തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് എൻ്റെ ബോഡി പോസ്റ്റർ ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു. ഞാൻ പോകുന്ന സമയത്ത് വളരെ ആങ്ഷ്യസ് ആയിട്ടും അയ്യോ ആൾക്കാർ എന്ത് വിചാരിക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ വിചാരിച്ചു പോയി. പക്ഷെ അവിടെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആളാകെ മാറിപ്പോയി. പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ വളരെ സ്ട്രോങ് ആയിരുന്നു. വളരെ എൻ്റെ ബോഡി പോസ്റ്ററൊക്കെ നല്ല കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണെ പോലെ ആയിരുന്നു. ഞാൻ തന്നെ അത് നോട്ടീസ് ചെയ്തു. അൺകംഫർട്ടബിൾ ആവാൻ റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് സെറ്റ് ആവുമെന്ന് എനിക്ക് മനസ്സിലായി. എന്നെ കൊണ്ട് എല്ലാ കാര്യവും, ഞാൻ വിചാരിക്കുന്ന എല്ലാ കാര്യവും ചെയ്യാൻ പറ്റും. അതിന് ഞാൻ കേപ്പബിൾ ആണ്, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തോന്നൽ വന്നു. സോ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പേടിയുണ്ടെങ്കിൽ നിങ്ങളതങ്ങ് ചെയ്യ്. ഞാനിന്ന് ചെയ്ത സമയത്ത് എനിക്ക് പോകുന്ന സമയത്ത് പേടിയായിരുന്നല്ലോ, അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ്. ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു. എനിക്ക് എന്താ പറയുക, എൻ്റെ ലൈഫിൽ ഞാൻ വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ഡേ ആണിന്ന്. കാരണം എന്നെ കൊണ്ട് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ വിചാരിച്ചൊരു കാര്യം, എപ്പോഴും എല്ലാ കാര്യത്തിനും പുറത്തു പോകുമ്പോൾ ആരെങ്കിലുമൊക്കെ കൂടെ വിളിച്ച് എല്ലാവരെയും കാത്തു നിന്ന്, അല്ലെങ്കിൽ ആരും ഇല്ലെങ്കിൽ എല്ലാം മാറ്റി വെച്ച് നിന്നുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് മൂവി കാണണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറേ ആയി ഇങ്ങനെ ഒറ്റയ്ക്ക് പോകണമെന്ന് വിചാരിക്കുന്നു. പിന്നെ അത് മാറ്റി വെച്ച് സഡനായിട്ടൊരു തീരുമാനം എടുത്ത് പോയെന്നെ ചെയ്തു. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഞാൻ കുറച്ച് ആക്റ്റീവായിട്ടിരുന്നു, കുറേയൊക്കെ പ്രോപ്പറായിട്ട് ഫുഡ് കഴിച്ചു. പിന്നെ ഇപ്പം ഞാൻ വളരെ ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. എനിക്ക് നല്ല ഹെൽത്തി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. മെൻ്റലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലൊക്കെ ഐ എം ഫീലിംഗ് സോ ഗുഡ്. പിന്നെ എനിക്ക് വേണ്ടി വർക്ക് ചെയ്യുവാണ്. ഇതുപോലെ ഞാൻ കഴിഞ്ഞ ഒരു 6 വർഷം മുന്നേ വർക്ക് ചെയ്യാൻ തുടങ്ങിയിരുന്ന എവിടെ എത്തിയായിരുന്നു എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ നമുക്ക് പാവം എന്നെ അങ്ങനെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ, അന്ന് ഈ അവയർനെസ് ഇല്ലല്ലോ. സോ ഇപ്പോഴെങ്കിലും തുടങ്ങിയത് മഹാഭാഗ്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓരോ ദിവസം ഞാനിനി എൻ്റെ സെൽഫിൽ വർക്ക് ചെയ്യും, എന്നെ കൂടുതൽ ഫോക്കസ് ചെയ്യും, എൻ്റെ സ്കിൽസ് ഞാൻ ബിൽഡ് ചെയ്യും. എനിക്ക് പേടിയുള്ള കാര്യങ്ങൾ ചെയ്യും. എനിക്ക് മനസ്സിലായി ഇത്രയേ ഉള്ളൂ, ചെയ്യാൻ പറ്റും. ഇന്നലെ എന്തൊരു പേടിയായിരുന്നു, ഇന്ന് രാവിലെ എന്ത് പേടിയായിരുന്നു, പക്ഷെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇറ്റ്സ് വെരി ഈസി. ഇന്ന് കുറേ ആൾക്കാർ എന്നെ നോക്കി ചിരിച്ചു, ഞാനും കുറേ പേര് നോക്കി ചിരിച്ചു, കുറേ പേരോട് പോയി സംസാരിച്ചു. ഈ ഡേ നല്ലൊരു ഡേ ആയിരുന്നു. അങ്ങനെ സക്സസ്ഫുള്ളി 23 ദിവസം ഞാൻ കംപ്ലീറ്റ് ചെയ്യാണ്. സോ എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്, നിങ്ങളെന്നെ സ്നേഹിക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, പേടിയുള്ള കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളെ കൊണ്ട് പറ്റും. എനിക്ക് പറ്റില്ല എന്ന് തോന്നിയ കാര്യങ്ങൾ ഞാൻ ഓരോ ദിവസം ചെയ്യും. എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നി, ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. എനിക്ക് മൂവിക്ക് പോകാൻ പറ്റില്ല എന്ന് തോന്നി, ഞാൻ പോയി. എന്നെക്കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചു, ഇപ്പം ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. എന്നെ കൊണ്ട് പറ്റില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ ചെയ്തു തുടങ്ങി. സോ എനിക്ക് ഫീൽ ചെയ്ത കാര്യവും ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജീവിതം ജീവിക്കുക, അടിപൊളിയായിട്ടിരിക്കുക. നമ്മൾക്ക് എല്ലാ കാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ, പഠിക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ വെറുതെ ഇങ്ങനെ നമ്മൾ ഗുഡ് ഇനഫ് അല്ല, നമുക്ക് ഭംഗിയില്ല, കഴിവില്ല എന്നൊന്നും വിചാരിച്ചിരിക്കരുത്.
നമുക്ക് മാറാവുന്നതേ ഉള്ളൂ. നമ്മുടെ ബ്രെയിന് ഒരു പ്ലാസ്റ്റിക് പോലെയാണ്, അതിനെ നമുക്ക് എങ്ങനെ വേണോ ചേഞ്ച് ചെയ്യാം. കുറച്ച് കോൺഷ്യസ് ആയിട്ട് എഫേർട്ട് ഇടാൻ തയ്യാറായാൽ മതി, അൺകംഫർട്ടബിൾ ആവാൻ റെഡി ആയാൽ മതി. ഇമോഷൻസ് വരും, നമ്മൾക്ക് അൺകംഫർട്ടബിൾ ആവും. എനിക്ക് സുഖമൊന്നും ഉണ്ടായിരുന്നില്ല, ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല, ഇന്ന് രാവിലെ ഞാൻ അൺകംഫർട്ടബിൾ ആവും. പക്ഷേ ഞാൻ പോയി കഴിഞ്ഞപ്പോൾ ഐ എം ഓക്കെ. സോ എനിക്ക് മനസ്സിലായൊരു കാര്യം, അൺകംഫർട്ടബിൾ ആവാൻ റെഡി ആവാൻ നല്ല രീതിയിൽ നമ്മൾ പണിയെടുക്കണം. അപ്പോൾ നമ്മുടെ ലൈഫ് മാറും. ഷോർട്ട് കട്ടൊന്നുമില്ല, ക്വിക്കായിട്ടൊരു ഫിക്സും ഇല്ല. പക്ഷേ സ്ലോ ആയിട്ട് എല്ലാ ദിവസവും ചെറിയ ചെറിയ ഹാബിറ്റ്സ് ക്രിയേറ്റ് ചെയ്യുക, ചെറിയ ചെറിയ ആക്ഷൻസ് എടുക്കുക. അത് നമ്മുടെ ലൈഫിൽ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരും. സോ ഐ എം സോ ഹാപ്പി ടുഡേ. അങ്ങനെ സക്സസ്ഫുള്ളി ഈ ദിവസം ഞാൻ എൻഡ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ, ഗുഡ് നൈറ്റ്, ഐ ലവ് യു ഓൾ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ സപ്പോർട്ട് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ ടൈം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ, നാളെ കാണാം.